ഒരു സ്റ്റാർട്ടപ്പ് ശരിക്കും എപ്പോഴാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് തുടങ്ങേണ്ടത്? സ്റ്റാർട്ടപ്പ് ഞാൻ പറയാ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ക്ലിയർ ചെയ്ത് തുടങ്ങേണ്ടത് എന്ന് ചോദിക്കുന്നതിന് പകരം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പ്രോപ്പർ ബുക്സ്, ചെറിയ കണക്ക് പുസ്തകമാണെങ്കിലും അത് പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കുറേ കഴിഞ്ഞിട്ട് നമുക്കത് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചാൽ ദാറ്റ് പോസിബിൾ അല്ല. അപ്പോൾ നമ്മളിപ്പോൾ ഈ കോൺക്ലേവിൽ, ഹഡിൽസിൻ്റെ ഗ്ലോബൽ കോൺക്ലേവിൽ എൻ്റെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാത്ത വാല്യുവേഷൻ, കാണാത്ത അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് പറയാത്ത ഏരിയകൾ, നമ്മൾ മിസ്സാവുന്ന പല സ്റ്റാർട്ടപ്പുകളും മിസ്സാവുന്ന ഏരിയകളെ ഞാനൊന്ന് പ്രൊജക്റ്റ് ചെയ്തു എന്നതാണ് ഇന്നത്തെ ടോപ്പിക്കിൻ്റെ ഏറ്റവും. അപ്പോൾ പ്രോപ്പറായിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുക, പ്രോപ്പറായിട്ടൊരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ഫിനാൻഷ്യൽ ഡിസിപ്ലിനിലെ പോലെ തന്നെ കമ്പനിയിലും ആ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരിക. ഒരു പ്രോപ്പർ, അതിന് വലിയ കോസ്റ്റോ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. അതായത് അതിന് നമ്മൾ ടെക്നിക്കൽ വേർഡിൽ ഗവേണൻസ് എന്നൊക്കെ പറയും, അതൊക്കെ വലിയ പേരിട്ട് പറയുമെങ്കിൽ പോലും, കംപ്ലയൻസ് എന്നൊക്കെ പറയുമെങ്കിലും അത് സെൽഫ് ഡിസിപ്ലിൻ ആവുക എന്നുള്ളത്. അപ്പോൾ സ്റ്റാർട്ടപ്പ് റിയലി സ്റ്റാർട്ട് ചെയ്യുമ്പം നിങ്ങളെ ബിസിനസ് മാത്രം സ്റ്റാർട്ട് ചെയ്താൽ പോരാ, അതിൻ്റെ ബാക്ക് എൻഡും കൂടെ ഒരു വൃത്തിയായിട്ട് ചെറിയ രീതിയിൽ തുടങ്ങി നല്ല അക്കൗണ്ട് ചെയ്ത്, ഇപ്പോൾ നിങ്ങളെ ഫൗണ്ടേഴ്സ് എഫേർട്ട് എടുക്കുന്ന തുടക്കത്തിൽ ഒരു കമ്പനി, ഒരു സ്റ്റാർട്ടപ്പ് ബിസിനസ് തുടങ്ങുന്ന എഫേർട്ട് എടുക്കുന്നതിന് മുന്നേ ഉള്ള കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്, അതൊക്കെ ഡോക്യുമെൻ്റ് ചെയ്യുക. സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻടാഞ്ചിബിൾ അസറ്റാണ് അതിൻ്റെ ഏറ്റവും IP. അപ്പോൾ ആ ഇൻടാഞ്ചിബിൾ നമുക്ക് കണ്ണുകൊണ്ട് കാണാനോ തൊടാനോ പറ്റാത്ത കുറേ അസറ്റ് ഉണ്ട് ബിസിനസ്സിൽ. ആ അസറ്റൊക്കെ അക്കൗണ്ട് ചെയ്യണം, അല്ലെങ്കിൽ ബുക്സിൽ കൊണ്ടുവരണം, ഡോക്യുമെൻറ്റിൽ കൊണ്ടുവരണം. അപ്പോഴേ അതിനൊരു വാല്യൂ ഭാവിയിൽ ഉണ്ടാവുള്ളൂ.